സ്വന്തം ലൈഫ് ചൂസ് ചെയ്ത് നമ്മൾ സേഫ് ആയിരിക്കാൻ സൂക്ഷിക്കുക. ആദ്യം നമ്മുടെ സേഫ്റ്റി, പിന്നെ അല്ലേ ബാക്കിയുള്ളൂ. സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. എപ്പോഴും നമ്മുടെ ലൈഫ് സേഫ് ആക്കിയിട്ട് വേണം ബാക്കി എല്ലാത്തിലോട്ടും ഇറങ്ങി പോവാൻ. എത്ര ആത്മാർത്ഥത, എത്ര ചെയ്തെന്ന് സിൻസിയാരിറ്റി കാണിച്ചാലും ചില ആളുകൾക്ക് അതൊന്നും പറ്റത്തില്ല. ചില ആളുകൾക്ക് എപ്പോഴും അതിനേക്കാൾ അപ്പുറം അവർ നമ്മളെ എത്ര ആത്മാർത്ഥത കാണിക്കുന്നു, അല്ലെങ്കിൽ എത്ര സിൻസിയാരിറ്റി കാണിക്കുന്നു, അല്ലെങ്കിൽ എത്ര ലോയാലിറ്റി നമ്മൾ കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നത് വെറും ബിട്രയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ച് സിൻസിയറിറ്റി കാണിച്ച് തിരിച്ച് ബിട്രയൽ ആണ് കിട്ടിയതെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് കട്ട് ഔട്ട് ചെയ്യണം. ആ സ്പോട്ടിൽ അവിടെ നിന്ന് നിങ്ങൾ കട്ട് ഔട്ട് ചെയ്ത് മാറണം. എന്തിന് നിങ്ങൾക്ക് അവർക്ക് വേണ്ടാത്തത് എന്തിന് നിങ്ങൾക്ക്? പിന്നെ ഈ പറയുന്നത് ഒരുപാട് പേർക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ ഇത് മൂവ് ഓൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഒരു 3-4 ആഴ്ച അത് കഴിയുമ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. നിങ്ങൾ ഇതിനേക്കാളും നല്ലൊരു ലൈഫിൽ എത്തിപ്പെടും. നിങ്ങൾ ഒന്നും വിചാരിക്കാത്തൊരു ലെവലിൽ എത്തിപ്പെടും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരിക്കലും കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഇല്ല. പെണ്ണോ ആണോ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ആണായതുകൊണ്ടോ പെണ്ണായതുകൊണ്ടോ. രണ്ട് കേസിലും ഒരു റിലേഷനിൽ ഏതെങ്കിലും ഒരു റിലേഷൻ ഒരു ടോക്സിക് റിലേഷൻ ആണെന്നോ അല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്നോ തോന്നിയാൽ ആ സ്പോട്ടിൽ നിങ്ങൾ ആ റിലേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങണം. അതിന് എത്ര നമ്മൾ അതിൽ എഫേർട്ട് എടുത്തെന്നോ, നമുക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടായെന്നോ, വെദർ ഇറ്റ് ബി ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ ഓർ എനിത്തിങ്, അങ്ങനെ എന്ത് കേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നഷ്ടം ഉണ്ടായെങ്കിലോ എങ്കിൽ പോലും ലൈഫ് തന്നെ നഷ്ടമായില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ജീവിതം നഷ്ടമായ പിന്നെ ചാൻസ് ഇല്ലല്ലോ. സോ അപ്പോൾ തന്നെ കട്ട് ഔട്ട് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങുക. പിന്നെ പാരൻസിനോട് ഇങ്ങനെയൊക്കെ കട്ട് ഔട്ട് ചെയ്ത് വെളിയിലോട്ട് വരുന്നവരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ തിരിച്ച് വീണ്ടും വന്ന് അവൻ പാച്ചപ്പ് ചെയ്യുമ്പോൾ നിങ്ങളും കൂടി പാച്ചപ്പ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്ത് ഒരിക്കലും പറഞ്ഞു വിടരുത്. കാര്യം എന്തിനാണ് വെറുതെ ഒരു ലൈഫ് നമ്മൾ വെറുതെ കളയുന്നത്? അവർക്ക് പറ്റത്തില്ലെങ്കിൽ വേണ്ട, പോട്ടെ, കളഞ്ഞിട്ട് പോകണം. ബേസിക്കലി എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ കൊല്ലാനും അവരെ ദ്രോഹിക്കാനും ഒന്നും നിൽക്കരുത് പ്ലീസ്. അവർക്ക് അവരുടേതായ ജീവിതം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം. കളഞ്ഞിട്ട് പോകണം. എന്തിന് ഇങ്ങനെ ഇട്ട് കൊല്ലുന്നത്? അത് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊല്ലുന്നത്? കൊല്ലുന്നതിന് കാര്യം എന്താണ്?